ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും മൊബൈൽ റീചാർജ് ചെയ്യുന്നവരാണല്ലേ. ഇപ്പോൾ അധിക പേരും മൊബൈൽ ഷോപ്പുകളിൽ പോയിട്ട് റീചാർജ് ചെയ്യാറില്ല. എല്ലാവരും ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലെയുള്ള പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് റീചാർജ് ചെയ്യുന്നത്. എന്നാൽ ഇതിലൂടെ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺവീനിയൻസ് ഫീ ആയിക്കൊണ്ട് നമുക്ക് ₹1, ₹2, ₹5 ആയിട്ട് നമ്മളെ അക്കൗണ്ടിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഇത് നമ്മൾ ഒരു സിം കാർഡ് മാത്രമായിരിക്കില്ല, ഒന്നിൽ കൂടുതൽ സിം കാർഡുകൾ നമ്മൾ റീചാർജ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്നും ഒരുപാട് ക്യാഷ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ കൺവീനിയൻസ് ഫീ ഇല്ലാതെ തന്നെ നമുക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഏത് സിം കാർഡാണോ ഉപയോഗിക്കുന്നത് ആ സിം കാർഡിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എയർടെല്ലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ താങ്ക്സ് ആപ്പ് ആണ് വരുന്നത്. അതുപോലെ ജിയോയുടെ ആപ്ലിക്കേഷനാണ് മൈ ജിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അതുപോലെ VIക്കും BSNLനും ഒക്കെ അതിൻ്റേതായിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ വരുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്ത് അതിലൂടെ നമുക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കൺവീനിയൻസ് ഫീ നമുക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് കൺവീനിയൻസ് ഫീ ഇല്ലാതെ നമുക്ക് ആപ്ലിക്കേഷനിലൂടെ റീചാർജ് ചെയ്യുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ നോക്കാൻ പോകുന്നത് എയർടെല്ലിൻ്റെ ആപ്ലിക്കേഷനാണ്. അതിനായിട്ട് നമുക്ക് താങ്ക്സ് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ താങ്ക്സ് ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്പറൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങളിത് ലോഗിൻ ചെയ്തിട്ടില്ല എങ്കിൽ OTP ഒക്കെ വെരിഫൈ ചെയ്ത് ഇതുപോലെ ലോഗിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് ഏത് പ്ലാനാണ് വേണ്ടത് എന്ന് നമ്മൾ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കണം. അതിനായിട്ട് നമുക്കിവിടെ റീചാർജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വരുന്ന ഓഫറുകളും അതുകൂടാതെയുള്ള എല്ലാ പ്ലാനുകളും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. വ്യത്യസ്ത കാറ്റഗറികളായിട്ട് നമുക്കിവിടെ മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. ടോപ്പ് അപ്പ് റീചാർജ് ആണോ വേണ്ടത്, ഇൻ്റർനാഷണൽ റോമിംഗ് റീചാർജ് ആണോ വേണ്ടത്, പ്ലാൻ വൗച്ചറുകളാണോ, അങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിലായിട്ടുള്ള ഒരുപാട് പ്ലാനുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞാനിവിടെ നമുക്കുള്ള റെക്കമെൻഡഡ് പാക്കുകളാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ ഓരോ പാക്കുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതാണിപ്പോൾ എയർടെൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നൊരു പാക്ക്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്പെഷ്യൽ ഓഫറുകളൊക്കെ വരും. അപ്പോൾ അത് ഏതാണ് വേണ്ടതെന്ന് നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറഞ്ഞ റീചാർജ് കോളിംഗ് മാത്രമുള്ള ഒരു പാക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് പ്ലാൻ അറിയുമെങ്കിൽ ഇവിടെ മുകളിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 199 ഒരു പാക്കാണ് ഇതിലേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ മുകളിൽ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, ആ ഒരു പാക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ബൈ എന്നതിൽ ടച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്ലാനിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ 2 പാക്കുകൾ ചിലപ്പോൾ കാണിക്കും, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. 199ൻ്റെ പാക്കുണ്ട്, അതുപോലെ തന്നെ 348ൻ്റെ പാക്കും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് പാക്കാണെന്ന് ഇവിടെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിവിടെ താഴെ കാണുന്ന 199ൻ്റെ ഈ ഒരു പാക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ ഫസ്റ്റ് പാക്ക് നമുക്ക് താഴെ ആയിരിക്കും, അത് കണ്ടിന്യൂ വിത്ത് 199 എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റ് ഇതുപോലെ വരും. നിങ്ങളെ ബാങ്ക് ഏതെല്ലാം ഈ ഒരു ഫോണിൽ ആഡ് ആണോ ആ ബാങ്കുകളൊക്കെ കാണിക്കും. ഗൂഗിൾ പേ വഴിയാണോ അതോ നിങ്ങൾ ഉപയോഗിക്കുന്ന ബാങ്ക് വഴിയാണോ, ഫോൺ പേ, പേടിഎം പോലെയുള്ള ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതും കാണിക്കും. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ പേ വഴി തന്നെയാണ് റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പേ 199 ഓൺ ഗൂഗിൾ പേ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മളെ ഗൂഗിൾ പേ ഡയറക്റ്റ് ഓപ്പൺ ആയിട്ടായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് കാണാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് പേ ചെയ്യാനുള്ള ഓപ്ഷൻ താഴെയായിട്ടും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേ എന്നുള്ളത് താഴെ കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഗൂഗിൾ പേയുടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള, അതായത് നമ്മൾ UPI പിൻ അടിക്കാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ UPIയുടെ പിൻ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന പേ എന്നതിൽ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ റീചാർജ് സക്സസ് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് നമ്മൾ റീചാർജ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണും അതുപോലെ തന്നെ നിങ്ങൾക്ക് എയർടെല്ലിൻ്റെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് മറ്റാരെങ്കിലും സിം വേണമെങ്കിലും അങ്ങനെയും റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിവാർഡുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസുകൾ, അതത് സിമ്മിൻ്റെ ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് കൺവീനിയൻസ് ഫീ ഇല്ലാതെ റീചാർജ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ മറ്റൊരു നമ്പറാണ് റീചാർജ് ചെയ്യേണ്ടത് എങ്കിൽ അതും സാധിക്കുന്നതാണ്. നിങ്ങൾ ഇതുപോലെ ഹോം പേജ് എടുത്തു കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാനേജ് സർവീസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് നമുക്ക് റീചാർജ് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുന്നേ നമ്മൾ റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ താഴെ കാണാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ ഇവിടെ പ്രീപെയ്ഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് നമ്പറാണോ റീചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കതിലേക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഞാനിവിടെ ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് പ്ലാൻ തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് പ്ലാൻ തിരഞ്ഞെടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ സെയിം മെത്തേഡ് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ മറ്റൊരു സിമ്മിലേക്കും, അതായത് എയർടെല്ലിൻ്റെ തന്നെ ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഒരു ആപ്ലിക്കേഷനിൽ അതേ സിമ്മിൻ്റെ തന്നെ
മറ്റ് നമ്പറുകളിലേക്കും നമുക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും എല്ലാവർക്കും ബൈ.